ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 15-17 വാർഡുകൾ കടന്നുപോകുന്ന മൂവപ്പാടം ടൈൽ വിരിച്ച റോഡിന്റെ ഉദ്ഘാടനം MLA E.T. ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു. ഇനിയും ചെറിയ പ്രശ്നങ്ങൾ സംബന്ധിച്ചും പറയുന്നതൊക്കെ നമുക്ക് ആവാന്ന് നാടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള താല്പര്യം, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും ഒക്കെ വരുമ്പോൾ ആളുകളുടെ ഇടയിൽ ഈ വർത്തമാനം കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമമായിരുന്നു. ആളുകൾ വരുമ്പോൾ വല്ലാതെ നീതി വരുന്നു, വല്ല ആളും ആരും നോക്കാനില്ല. ഞങ്ങളാണെങ്കിൽ നന്നായി സഹകരിക്കുന്ന ആളാണ്, എന്നിട്ട് ഞങ്ങളോട് അതിനുള്ളൊരു സ്നേഹം തിരിച്ചു കാണിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ പൈപ്പ് ലൈനിൻ്റെ അതായത് ഇട്ട് കഴിഞ്ഞു അത് നമ്മൾ മറ്റു പല പ്രദേശങ്ങളിൽ ഇട്ടിട്ടില്ല. ഇതഞ്ഞ് അപ്പം തന്നെ കുത്തിപ്പൊളിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ആദ്യം നമ്മുടെ പൈപ്പ് ലൈനിൻ്റെ വർക്ക് മൂവപ്പാടത്തിൻ്റെ കഴിച്ചു. അതിന് ശേഷമാണ് നമ്മൾ ടൈലിട്ടത്. ഇനി ആ ടൈലിട്ടതാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള പ്രത്യേകത ഒരു 10-11 വല്ല വേറെ പ്രശ്നം ഉണ്ടാവാൻ വഴിയില്ല സാധാരണ ടൈലിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അത് അത്രയും കാലം നന്നായിട്ട് നിൽക്കാൻ കഴിയുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് നന്നായി സംരക്ഷിക്കും എന്ന ഒരു ഉറപ്പാണ് എനിക്ക് പൊതുവായി കണ്ടപ്പോൾ തോന്നിയത്. നമ്മുടെ ഇവിടെ പ്രദേശത്തിനുള്ള വികസനത്തിന് നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തോന്നിയിട്ടുണ്ടെങ്കിൽ ഏത് വർക്കാണെങ്കിലും എവിടെ നിന്നാണോ ഫണ്ട് പല സ്ഥലത്തുണ്ടല്ലോ അവിടെ നിന്നൊക്കെ കിട്ടാവുന്നതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അത് ഇനിയും നമുക്ക് തുടരാൻ പറ്റും. ഒരു ടീമായാണ് ഈ കാര്യം ചെയ്തത്. MLA ഓഫീസിൽ മിക്കവാറും കയറുന്ന സമയത്ത് അയ്യൂക്ക് വരും. അയ്യൂക്ക് അതൊക്കെ എൻ്റെ മൂവപ്പാടം എന്ന് പറയുമ്പോൾ തന്നെ പേടിയുള്ളൂ. വെച്ചാൽ എന്തെങ്കിലും വന്നാൽ ഇപ്പോൾ തടസ്സം വരികയാണ്. എന്തോരം തടസ്സം ഉണ്ടായിരുന്നു അറിയാം, നിരവധിയായിട്ടുള്ള തടസ്സമൊക്കെ വന്നിരുന്നു. ആ തടസ്സമൊക്കെ എല്ലാവരും കൂട്ടായി നമ്മൾ പ്രയത്നിച്ച് തീർത്തിട്ടുണ്ട്. ആ തീർത്തതിൻ്റെ ഒക്കെ സന്തോഷമുണ്ട്. ഇനിയുണ്ട് നമുക്ക് റോഡുകളൊക്കെ ശരിയാക്കാനുള്ളത് അല്ലേ. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35,40,000 രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷനായിരുന്നു. വളരെ ഗൗരവത്തോടുകൂടി ഈ റോഡ് സംരക്ഷിക്കാൻ നാട്ടുകാർ മുൻകൈ എടുക്കണമെന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. മറ്റൊരു സവിശേഷത, ഈ റോഡിന് ഉൾപ്രദേശത്തുള്ളൊരു റോഡാണെങ്കിൽ പോലും ഇരുവശത്തുമുള്ള വ്യക്തികൾ നല്ലപോലെ സ്ഥലം നൽകിക്കൊണ്ട് നല്ല രീതിയിലുള്ള മനോഹരമായി സംരക്ഷിക്കുന്ന റോഡായിട്ട് കാണാനാണ് സാധ്യമായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവരുടെ എല്ലാം നല്ല സന്മനസ്സുകളെ ഗ്രാമപഞ്ചായത്ത് അഭിനന്ദിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം 140 കിലോമീറ്റർ റോഡ് ആസ്തിയിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയേറെ റോഡ് സംരക്ഷിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും നന്നായി നമ്മുടെ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ MLAയുടെ ആസ്തി വികസന ഫണ്ട് മാത്രമല്ല മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് നല്ല പോലെ സഹായം നൽകുന്നതിൽ ബഹുമാനായ മാഷ് മുൻകൈ എടുക്കുന്നത് നമുക്ക് എടുത്തു പറയാതെ നിവൃത്തിയില്ല. 17-ാം വാർഡ് മെമ്പറും പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KA അയ്യൂബ് സ്വാഗതം പറഞ്ഞു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായിരുന്നു. 15-ാം വാർഡ് മെമ്പർ സെറീന സഗീർ നന്ദി പറഞ്ഞു. ബഷീർ, KA ശശി, കൊല്ലാട്ട് ഷാജി, ശശി എന്നിവർ സംസാരിച്ചു.